ഹായ് ഫ്രണ്ട്സ്, SS മാത്സ് ക്ലാസ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നലെ ക്ലാസ് എടുത്തത് ഡിഫറൻസിയേഷൻ്റെ ബേസ് ക്ലാസ് മാത്രമാണ്. ഇന്ന് നമുക്ക് അതിൻ്റെ ബാക്കി ചർച്ച ചെയ്യാം. നമുക്കിനി ക്ലാസ്സിലേക്ക് പോകാം. നമ്മളെ ഒന്നാമത്തെ ടോപ്പിക്ക് ഡെറിവേറ്റീവ് ഓഫ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ. ഡെറിവേറ്റീവ് ഓഫ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ. y equal to sin of x square plus 2. ഇതൊരു കോമ്പോസിറ്റ് ഫംഗ്ഷനാണ്. y equal to sin of x square plus 2. ഇതിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മൾ രണ്ട് ഭാഗത്തും ഡിഫറൻഷിയേറ്റ് dy by dx equal to d by dx of sin of x square plus 2. sin of x square plus 2. അപ്പോൾ നമ്മൾ ഇത് d by dx എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x. ഇത് ഇവിടെ നമുക്ക് ചെയിൻ റൂളാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ശരിക്കും ചെയിൻ റൂൾ ഒന്നും പറയുന്നില്ല, ഡയറക്റ്റ് ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണിക്കാം. ഓക്കെ, ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 2. നമ്മൾ ഇവിടെയുള്ള ഇതിനെ നമ്മൾ ജസ്റ്റ് എക്സ് ആണെന്നങ്ങ് മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ വായിക്കുക സൈൻ എക്സ്. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. അപ്പോൾ കോസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 2. ഇവിടെ ഇൻഡു ഇടുക ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 2. ഓക്കെ, ഇതിനെ ഇനി നമ്മളൊന്നും ചെയ്യേണ്ട, നേരെ താഴെ ഇറക്കിയിടുക. കോസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 2. എക്സ് സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2x, 2നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0. അപ്പോൾ ആൻസർ കോസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 2x. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഞാൻ വേറെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, y ഈക്വൽ ടു സൈൻ ഓഫ് കോസ് എക്സ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, y ഈക്വൽ ടു സൈൻ ഓഫ് കോസ് എക്സ്. അപ്പോൾ നമ്മൾ രണ്ട് ഭാഗത്തും ഡിഫറൻഷിയേറ്റ് dy ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ഓഫ് കോസ് എക്സ്. ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ഓഫ് കോസ് എക്സ്. നമ്മൾ ഇവിടെയുള്ള എക്സ് ആണെന്നങ്ങ് വിചാരിക്കുക. അപ്പോൾ സൈൻ ഓഫ് സൈനിൻ്റെ ഡെറിവേറ്റീവ് കോസ് ഓഫ് കോസ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ്, നമ്മൾ എക്സ് ആണെന്ന് വിചാരിച്ചത് കോസ് എക്സ് ആണ്. ഓക്കെ, അപ്പോൾ കോസ് ഓഫ് cos x into d by dx of cos x. d by dx of cos x equal to minus sin x. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, y equal to sin root x. അപ്പോൾ നമ്മൾ dy by dx, ഞാനിനി പെട്ടെന്ന് ചെയ്യുന്നുണ്ട്. sin h ചെയ്താൽ കോസ് റൂട്ട് എക്സിന് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1/2 റൂട്ട് എക്സ്. ഇത്രയേ ഉള്ളൂ ആൻസർ. വേറെ അടുത്ത എക്സാമ്പിൾ, y ഈക്വൽ ടു കോസ് ഓഫ് 3x, കോസ് 3x. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു കോസിന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് സൈൻ 3x ഇൻറ്റു 3xന് ഡിഫറൻഷിയേറ്റ് ചെയ്യൽ 3. ഇനി എക്സാമിന് സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. എക്സാമിന് സാധ്യതയുള്ള y ഈക്വൽ ടു സീക്ക് ഓഫ് ടാൻ ഓഫ് റൂട്ട് എക്സ്. y ഈക്വൽ ടു സീക്ക് ഓഫ് ടാൻ ഓഫ് റൂട്ട് എക്സ്. ഓക്കെ, അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് സീക്ക് ഓഫ് ടാൻ ഓഫ് റൂട്ട് എക്സ്. നമ്മൾ സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? ഡി ബൈ ഡി എക്സ് ഓഫ് സീക്ക് എക്സ് ഈക്വൽ ടു സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ്. അപ്പോൾ നമ്മൾ ഇത് എക്സ് ആണെന്ന് വിചാരിക്കും. അപ്പോൾ സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് എക്സ് ടാൻ എക്സ്. സീക്ക് എക്സ് ടാൻ എക്സ്. അപ്പോൾ സീക്ക് ഓഫ് ടാൻ റൂട്ട് എക്സ് ഇൻറ്റു ടാൻ ഓഫ് ടാൻ റൂട്ട് എക്സ്. ഇനി ടാൻ റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണെന്ന് നോക്കാം. ടാൻ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ സീക്ക് സ്ക്വയർ എക്സ്. അപ്പോൾ സീക്ക് സ്ക്വയർ റൂട്ട് എക്സ്. ഇനി വീണ്ടും റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണെന്ന് നോക്കുക. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ്. 1/2 റൂട്ട് എക്സ്. അപ്പോൾ നമ്മളെ ആൻസർ ഇതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഇത് ഒരു 3-4 ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ ചെയ്തു തന്ന്. ഇതിപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് കോമ്പോസിറ്റ് ഫംഗ്ഷനാണ്. ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ നെക്സ്റ്റ് രണ്ടാമത്തെ ടോപ്പിക്ക് ഡെറിവേറ്റീവ് ഓഫ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസ്. ഓക്കെ, ഡെറിവേറ്റീവ് ഓഫ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസ്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. 2x പ്ലസ് 3y ഈക്വൽ ടു സൈൻ വൈ. 2x പ്ലസ് 3y ഈക്വൽ ടു സൈൻ വൈ. അപ്പോൾ നമ്മൾ രണ്ട് ഭാഗത്തും ഡിഫറൻഷിയേറ്റിംഗ് both sides
വിത്ത് റെസ്പെക്ട് ടു എക്സ്, ഡിഫറൻഷ്യേറ്റിംഗ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ നമ്മൾ ഡി ബൈ ഡി എക്സ് ഓഫ് 2x പ്ലസ് 3y ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ വൈ. അപ്പോൾ നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുക. 2xനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2, 3yനെ ഡിഫറൻഷ്യേറ്റ് 3 കോൺസ്റ്റൻ്റ് ആണ്, അത് ഔട്ട് സൈഡ് ചെയ്യുക. 3 ഇൻറ്റു വൈനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ dy ബൈ ഡി എക്സ്. ഇനി സൈൻ വൈനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ സൈൻ എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോസ് എക്സ് ആണ്. അപ്പോൾ സൈൻ വൈനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ കോസ് വൈ. അപ്പോൾ സൈൻ വൈനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ കോസ് വൈ. ഇതാണ് എല്ലാ ആൾക്കാരും എഴുതുക. ഇങ്ങനെ എഴുതിയാൽ പോരാ. സൈൻ വൈനെ ചെയ്ത് കഴിഞ്ഞാൽ കോസ് വൈ ഇൻറ്റു നമ്മൾ എക്സ് ആണെന്ന് വിചാരിച്ച വൈ ആണ്, അതിനെ ഒന്നും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. കോസ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. ഇനി നമുക്ക് വേണ്ടത് ഡി വൈ ബൈ ഡി എക്സ് മാത്രമാണ് വേണ്ടത്. അതുകൊണ്ട് ഡി വൈ ബൈ ഡി എക്സ് ഉള്ള ടേംസ് എല്ലാം ലെഫ്റ്റ് സൈഡിലും ബാക്കി ടേംസ് എല്ലാം റൈറ്റ് സൈഡിലേക്കും കൊണ്ടുപോകുക. അപ്പോൾ നമ്മൾ 3 ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് മൈനസ് കോസ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു -2 ഡി വൈ ബൈ ഡി എക്സ് ഔട്ട് സൈഡ് ചെയ്യുക. അപ്പോൾ 3 മൈനസ് കോസ് വൈ ഈക്വൽ ടു -2. അപ്പോൾ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് എന്ത് കിട്ടി? ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു -2 ബൈ 3 മൈനസ് കോസ് വൈ. ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇത് ഇംപ്ലിസിറ്റ് ഫംഗ്ഷനാണ്. ഓക്കെ, നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി ഇംപ്ലിസിറ്റ് ഫംഗ്ഷനിൽ ചെയ്യാം. ഓക്കെ അല്ലേ? നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 100. നമ്മൾ രണ്ട് ഭാഗത്തും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് 100. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2x എക്സ് വൈ. നമ്മളിവിടെ നിർബന്ധമായിട്ടും പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1 ആണ്, പ്ലസ് വൈ സ്ക്വയർ, വൈ സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2y എന്ന് മാത്രം ഇട്ടാൽ പോരാ. 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്, ഡി ബൈ ഡി എക്സ് ഓഫ് 100, ഡി ബൈ ഡി എക്സ് ഓഫ് 100 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 0. ഇനി അടുത്ത സ്റ്റെപ്പ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഡി വൈ ബൈ ഡി എക്സ് ഉള്ള ടേംസ് എല്ലാം ഒരു ഭാഗത്തേക്ക് വെക്കുക, ബാക്കിയുള്ള ടേംസ് അപ്പുറത്തെ ഭാഗത്തേക്ക് കൊണ്ടുപോകുക. അപ്പോൾ എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു -y മൈനസ് 2x. ഇപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് നമുക്ക് കിട്ടുക, ഇത് ഔട്ട് സൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസറിലൂടെ -y മൈനസ് 2x ഓൾ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 2y. ഞാനിപ്പോൾ എടുത്തത് ഡെറിവേറ്റീവ് ഓഫ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആണ്. അടുത്ത ടോപ്പിക്ക് ഡെറിവേറ്റീവ് ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണ്. പക്ഷെ അത് എടുക്കണമെങ്കിൽ നമ്മളെ +2 രണ്ടാമത്തെ ചാപ്റ്റർ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എടുക്കണം. അത് എടുത്തതിന് ശേഷം ഞാൻ ഈ ടോപ്പിക്കിലേക്ക് വരാം. അതിലെ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഡെറിവേറ്റീവ് ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഉള്ളത്. ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം, ലോഗരിതമിക് ഡിഫറൻസിയേഷൻ. അപ്പോൾ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ആണ് ഞാൻ എടുക്കുന്നത്. നാലാമത്തെ ടോപ്പിക്കാണ് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ. അപ്പോൾ ഇവിടെ ഒരു 3 റിസൾട്ട് നമ്മൾ പഠിക്കണം. ലോഗുമായി ബന്ധപ്പെട്ട 3 റിസൾട്ട് ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട്. ലോഗ് എ പ്ലസ് ലോഗ് ബി, ലോഗ് എ പ്ലസ് ലോഗ് ബി ഈക്വൽ ടു ലോഗ് എ ബി, ലോഗ് എ മൈനസ് ലോഗ് ബി ഈക്വൽ ടു ലോഗ് എ ബൈ ബി, ലോഗ് എ റൈസ് ടു ബി ഈക്വൽ ടു ബി ലോഗ് എ. ഈ റിസൾട്ട് നിർബന്ധമായിട്ടും പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. ഒരു ഫംഗ്ഷൻ്റെ മുകളിൽ വേറൊരു ഫംഗ്ഷനാണ് ഉണ്ടാവുക. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എക്സ് റേസ് ടു എക്സ്, എക്സ് റേസ് ടു സൈൻ എക്സ്, സൈൻ എക്സ് റേസ് ടു കോസ് എക്സ്, ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. അപ്പം ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് y ഈക്വൽ ടു എക്സ് റേസ് ടു എക്സ്. ഞാൻ ആദ്യം രണ്ട് ഭാഗത്തും ലോഗരിതമിക് അപ്ലൈ ചെയ്യുന്നു. ലോഗ് y ഈക്വൽ ടു ലോഗ് എക്സ് റേസ് ടു എക്സ്. ഇവിടെ പ്രോപ്പർട്ടീസ് ഓഫ് ലോഗരിതം യൂസ് ചെയ്യുന്നത് എക്സ് ലോഗ് എക്സ്. ഞാൻ അടുത്ത സ്റ്റെപ്പ് രണ്ട് ഭാഗത്തും ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ലോഗ് വൈനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1/y dy/dx. നമ്മളിവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണ നിർബന്ധമായിട്ടും പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിക്കണം. പ്രൊഡക്റ്റ് റൂൾ എന്താണെന്നൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിക്കുന്നത് എക്സ് ഇൻറ്റു dy/dx ഓഫ് ലോഗ് എക്സ്. dy/dx ഓഫ് ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ 1/x പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു dy/dx ഓഫ് എക്സ്. dy/dx ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1. ഇനി ഞാൻ ഈ y ഈ ഭാഗത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ dy/dx ഈക്വൽ ടു y ഇൻറ്റു ഇത് കട്ടായി 1 പ്ലസ്
log x. അടുത്ത സ്റ്റെപ്പിൽ വൈക്ക് പകരം നമ്മളെ ക്വസ്റ്റ്യൻ എന്താണ്, y എന്താണ്, x raised to x ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ്. ഞാനിപ്പോൾ ചെയ്തത് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ആണ് ചെയ്തത്. ഞാൻ ഒരു എക്സാമ്പിൾ കൂടി ഇത് പറഞ്ഞു തരാം. രണ്ടാമത്തെ എക്സാമ്പിൾ y ഈക്വൽ ടു സൈൻ എക്സ് റേസ് ടു കോസ് എക്സ്. ഇപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് രണ്ട് ഭാഗത്ത് ലോഗരിതം അപ്ലൈ ചെയ്യുക. ലോഗ് y ഈക്വൽ ടു ലോഗ് സൈൻ എക്സ് റേസ് ടു കോസ് എക്സ്. പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യുക, കോസ് എക്സ് ഇൻറ്റു ലോഗ് സൈൻ എക്സ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്, രണ്ട് ഭാഗത്തും ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ ലോഗ് വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ലോഗ് വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1/y ഇൻറ്റു dy/dx ഈക്വൽ ടു ഇവിടെ പ്രൊഡക്റ്റോട് യൂസ് ചെയ്യുക, കോസ് എക്സ് ഇൻറ്റു ലോഗ് ഓഫ് സൈൻ എക്സ്. എന്താണ് ലോഗ് ഓഫ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ഇതൊരു കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണ്. കോമ്പോസിറ്റ് ഫംഗ്ഷൻ്റെ ഒന്നാമത്തെ ടോപ്പിക്കാണ്, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ലോഗ് സൈൻ എക്സ് കഴിഞ്ഞാൽ 1/sin x ഇൻറ്റു സൈൻ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോസ് എക്സ് പ്ലസ് ലോഗ് ഓഫ് സൈൻ എക്സ് ഇൻറ്റു dy/dx ഓഫ് കോസ് എക്സ്. dy/dx ഓഫ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ എക്സ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, കോസ് എക്സ് ബൈ സൈൻ എക്സ് നമുക്ക് വേണമെങ്കിൽ കോട്ട് എക്സ് എന്ന് എഴുതാം. കോട്ട് എക്സ് ഇൻറ്റു കോസ് എക്സ് പ്ലസ് ലോഗ് ഓഫ് സൈൻ എക്സ് ഇൻറ്റു മൈനസ് സൈൻ എക്സ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ dy/dx ഈക്വൽ ടു ഈ വൈനെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് എടുക്കുക, y ഇൻറ്റു കോട്ട് എക്സ് ഇൻറ്റു കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു ലോഗ് ഓഫ് സൈൻ എക്സ്. ഓക്കെ, നമ്മൾ അടുത്ത വൈന് പകരം ക്വസ്റ്റ്യനിലേക്ക് മാറ്റിയിടും. സൈൻ എക്സ് റേസ് ടു കോസ് എക്സ് ഇൻറ്റു കോട്ട് എക്സ് ഇൻറ്റു കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു ലോഗ് ഓഫ് സൈൻ എക്സ്. അപ്പോൾ ഇതാണ് ആൻസർ. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ക്ലാസ് എടുത്തത് ഡെറിവേറ്റീവ് ഓഫ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ എടുത്ത്, ഡെറിവേറ്റീവ് ഓഫ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എടുത്ത്, ഇൻവേഴ്സ് ട്രിഗണോമെട്രിയാണ് അടുത്ത ടോപ്പിക്. അതെന്തായാലും ഞാൻ ഇൻവേഴ്സ് ട്രിഗണോമെട്രി എന്ന ചാപ്റ്റർ തന്നെ മുഴുവനായിട്ട് തരുന്നുണ്ട്, അതിനുശേഷം എടുക്കാം. അടുത്ത ടോപ്പിക്ക് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ആണ് എടുത്തത്. പിന്നെ ഇത്രയും ഇന്ന് ഞാൻ നിർത്തുന്നു. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണണം. താങ്ക് യു.